കേരളത്തിൽ സർവേ നടത്തിയപ്പോൾ നീതി ആയോഗിൻ്റെ സർവേയിൽ തന്നെ ഇന്ത്യയിലെ അതിദാരിദ്ര്യം ശരാശരി 11.2% മൊത്തം ജനസംഖ്യയുടെ. ഏറ്റവും ഉയർന്ന ആയുസ് കേരളത്തിലാണ്. ഉന്നത നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളോടൊപ്പമാണ് ഇന്ന് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം. കേരളം ഇന്ന് അഭിമാനത്തിൻ്റെ നെറുകയിലാണ്. കാരണം ജനകീയ ഇടപെടലിലൂടെ ഓരോരോ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് കേരളം 1957 മുതൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. 57 ഗവൺമെൻറ്റാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും. നമ്മളന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നന്നായി വാദിച്ചിട്ടാണ് ഭക്ഷ്യധാന്യ കോട്ടയൊക്കെ അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റേഷൻ കടകളുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടിണി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് നമ്മൾ. എന്നാൽ നീതി ആയോഗ് അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തു അടുത്ത നാൾ. നീതി ആയോഗ് മാത്രമല്ല, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള ചില സംഘടനകളും എടുത്തിട്ടുണ്ട്. അതിന് മാനദണ്ഡമായിട്ടുള്ളത് ചില മാനദണ്ഡങ്ങൾ. ഒന്ന്, ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യർ, ഭക്ഷണം കഴിക്കാൻ ഗതിയുണ്ടെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാനുള്ള സാധ്യതയില്ലാത്ത പാവപ്പെട്ടവർ, കടുത്ത രോഗബാധയാൽ ഉഴലുന്ന ആളുകൾ, അത്തരം ആളുകളെ, അതുപോലെ തന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർ, താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടാത്തവർ, ഇങ്ങനെയെല്ലാമുള്ള കുറേ മാനദണ്ഡങ്ങൾ കണക്കാക്കി കേരളത്തിൽ സർവേ നടത്തിയപ്പോൾ നീതി ആയോഗിൻ്റെ സർവേയിൽ തന്നെ ഇന്ത്യയിലെ അതിദാരിദ്ര്യം ശരാശരി 11.2% മൊത്തം ജനസംഖ്യയുടെ. അതേസമയത്ത് ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ 28% അടുത്ത് വരുന്നുണ്ടത്. എന്നാൽ കേരളത്തിൽ 0.7%. അത് കേട്ടിട്ട് നമ്മളതിനെ അവഗണിക്കുകയല്ല ചെയ്തത്. കേരള ഗവൺമെൻറ് ഉടനെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തു ആരാണ് ഈ 0.7% ആളുകൾ. അങ്ങനെയാണ് 60,000-ൽ ചില്ലറ കുറച്ച് ആളുകളെ നമുക്ക് അതിദരിദ്രരായിട്ട് കണ്ടെത്തിയത്. അതിൽ ചിലർക്ക് റേഷൻ കാർഡും അടുത്തില്ലാത്ത, പ്രാപ്യമല്ലാത്ത, കാർഡില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ, പാകം ചെയ്ത് കഴിക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം എടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലും എത്ര പേരുണ്ടെന്ന് കണക്കാക്കി അവർക്ക് ഭക്ഷണം എത്തിക്കാനും, അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാനും, വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ ഉൾപ്പെടുത്തി വീട് കൊടുക്കാനും ഒക്കെയുള്ള പദ്ധതി ചെയ്തു. അങ്ങനെ പഞ്ചായത്തുകൾ ഓരോന്നായി അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചു. ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിൽ 25-നും മേൽപ്പെട്ട് 80 വരെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു മലയോര മേഖലയിലുള്ള. അതിനെല്ലാം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കേരള പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് മാറാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ മനുഷ്യരുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നല്ല, മിക്കവാറും മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമതായി കേരളം വന്നിരിക്കുകയാണ്. അതിലിപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും ഉയർന്ന ആയുസ് കേരളത്തിലാണ്. ഉന്നത നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളോടൊപ്പമാണ് ഇന്ന് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം. അതുപോലെ ശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. 2016-ൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 12 ആയിരുന്നു. ഞാനന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ സമയമാണ്. ഞങ്ങളത് സിംഗിൾ ഡിജിറ്റ് ആക്കുമെന്ന് തീരുമാനിച്ച് ഗവൺമെൻറ് ഒരു പ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവന്നു. 2020 ആകുമ്പോഴേക്കും അതിനെ 5 ആക്കി കുറക്കാൻ സാധിച്ചു. നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴും കോവിഡൊക്കെ കഴിഞ്ഞിട്ടും അത് 5 ആയി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്ന് ശിശുമരണ നിരക്ക് പരിശോധിക്കുമ്പോൾ അമേരിക്കയേക്കാൾ കുറവാണെന്ന് പറയുമ്പോൾ ചിലർക്ക് ദഹിക്കുന്നില്ല. അത് നമ്മൾ വളരെ പാടുപെട്ട് ശാസ്ത്രീയമായി ഇടപെട്ടിട്ടാണ്. 5.6 USA-ൽ, 5 നമ്മുടേത്. അതുപോലെ മാതൃമരണ നിരക്ക് നമ്മൾ ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞത് 70-ൽ താഴെ നിർത്തണം എന്നാണ്. നമ്മളന്ന് 67 ആയിരുന്നു. ഐക്യരാഷ്ട്രസഭ 2015-ൽ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു 70-ൽ താഴെയാക്കണമെന്ന്. പക്ഷേ അന്ന് നമുക്ക് 67.
അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് 2016 ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തു, ഇത് 30 ആക്കിയിട്ട് 2020 ആകുമ്പോഴേക്ക് കുറക്കുമെന്ന. പക്ഷേ ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട്, അന്ന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി 2020 ആകുമ്പോഴേക്കും 19 കുറഞ്ഞു. ഞാൻ പറയുന്നത് ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള, നമ്മളല്ല കണക്കെടുക്കുന്നത്, മറ്റ് സെൻട്രൽ ഗവൺമെൻറ്റും നീതി ആയോഗൊക്കെയാണ്. പക്ഷെ ആ കണക്കനുസരിച്ച് തന്നെ കേരളം വളരെ മുന്നിലായിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രഖ്യാപിക്കുന്നത് എക്സ്ട്രീംലി പുവറായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ്. ഇനി വിജ്ഞാന കേരളത്തിലൂടെ എല്ലാവർക്കും തൊഴിലെന്ന മുദ്രാവാക്യം നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലും നമ്മൾ കണ്ടെത്തും. കേരളം പടിപടിയായിട്ട് വളരുകയാണ്. ഇതൊരു നിർണായകമായിട്ടുള്ള വളർച്ചയാണ്. ഈ കേരളത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള വളരെ ശാസ്ത്രീയമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ 2000 ആക്കിയല്ലോ. അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് കാണുമ്പോഴാണ് നമുക്കതിനുള്ള പ്രതിഫലമായിട്ട് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. ഇന്നത്തേത് അഭിമാന മുഹൂർത്തമാണ്. എല്ലാവരും ആ കാര്യത്തിൽ സന്തോഷിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുവാണല്ലോ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും LDF ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഒന്ന്, ജനകീയ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കുന്ന ഗവൺമെൻറ്, ഇത്രയും 62 ലക്ഷം പേർക്ക് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു. ഒരു സംസ്ഥാന ഗവൺമെൻറ്, അതും കേരളത്തിന് റവന്യൂ വരുമാനമൊക്കെ കുറവാണ്. കേന്ദ്രത്തോടെ എപ്പോഴും നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ നികുതി വിഹിതം വെട്ടിക്കുറക്കുന്നതിനെതിരെ. എന്നിട്ടും നമ്മൾ സാധാരണക്കാരെ മറന്നില്ല. നമ്മൾ ഒറ്റയടിക്ക് 400 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. എന്നാൽ മറ്റെല്ലാ വിഭാഗത്തിലും, അംഗൻവാടിക്കാർക്ക്, ആശാ വർക്കർമാർക്ക് എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളാകെ മനസ്സിലാക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്റിന് ഒരു സാധ്യതയുണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന ബോധം അവർക്കുണ്ട്. ഈ ഗവൺമെൻറ് ഉണ്ടെങ്കിലേ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതികരിക്കും. പിന്നെ നമ്മുടെ മതേതരത്വം, ജാതി മത ലഹളകളില്ലാതെ കേരളത്തിലെ മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർ കേരളത്തിലെ സമാധാന ജീവിതവും കേരളത്തിലെ ഐശ്വര്യപൂർണ്ണമായ ജീവിതവും നിലനിർത്താൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗവൺമെന്റിന് വീണ്ടും തുടർച്ചയുണ്ടാകുമ്പോൾ വീണ്ടും മെച്ചപ്പെട്ട അവസ്ഥ ജനങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് കെ ശൈലജ ടീച്ചറുടെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത രീതിയൊന്നും ഒരിക്കലും മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ കഴിയില്ല. അപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വീണ ജോർജ് മാമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ ജോർജ് മാമിന് അത്രത്തോളം വിമർശനങ്ങൾ, അന്ന് ശൈലജ ടീച്ചർ ആയിരുന്നു നല്ലത്, ടീച്ചറാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് എല്ലാ ജനങ്ങളും പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിമർശനത്തോട്, അല്ലെങ്കിൽ ഇനി വീണ്ടും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ ശൈലജ ടീച്ചറെ ലഭിക്കുമോ എന്നുള്ള ചോദ്യം കൂടി ലഭിക്കും. അങ്ങനെയൊരു വർത്തമാനമേ ഇല്ല. കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ചിലപ്പോൾ ഭരണരംഗത്ത് പ്രവർത്തിക്കും, ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് മാറും. പാർട്ടി ശക്തമായി നിന്നാലാണല്ലോ ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാനും നയിക്കാനും സാധിക്കുക. മുന്നണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പാർട്ടിയായിട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ പാർട്ടി പറയുന്നത്, ഭരണരംഗത്ത് നിൽക്കാൻ പറയുമ്പോൾ അത് ചെയ്തു, പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ പറയുമ്പോൾ അത് ചെയ്യും. അതുകൊണ്ട് ശൈലജ ടീച്ചർ എന്നുള്ള വ്യക്തിയല്ല, എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. ജനങ്ങളിൽ നിന്ന് അതിന് മാത്രം സ്നേഹം എനിക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ സംതൃപ്തിയാണ്, സന്തോഷിക്കുന്നു. എന്ന് വെച്ച് ഞാൻ തന്നെ എപ്പോഴും ആകണമെന്ന് ഞാൻ കരുതുന്നില്ല.